കാന്തപുരം സുന്നി വിഭാഗം സജീവ രാഷ്ട്രീയത്തിൽ കുറവാണ്. അത് അവർക്ക് ഉണ്ടായ ഗുണദോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സജീവ രാഷ്ട്രീയത്തിൽ കുറവ് എന്നാണ് ഉദ്ദേശിച്ചല്ല, ഇല്ല എന്നല്ല. മറ്റുള്ള സംഘടനകൾ, മറ്റുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ, ഏത് മുസ്ലിങ്ങൾ കേരളത്തിൽ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാന്തപുരം വിഭാഗം ചില അണികള് സജീവ രാഷ്ട്രീയത്തിൽ കുറവാണ്. അതിന്റെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോ നമ്മളൊരു ഉദാഹരണം, ഒരു ഫാറൂഖ് ഹാജി പറഞ്ഞ വ്യക്തിനെ എടുക്കുന്നത്. ഈ ഫാറൂഖ് ഹാജി പറഞ്ഞ വ്യക്തി സജീവ രാഷ്ട്രീയത്തിലില്ല, പക്ഷെ അയാള് കാന്തപുരം സുന്നി സംഘടനയിലെ പ്രവർത്തകനാണ്. അപ്പൊ അത് ആ സംഘടനക്ക് എന്താ ഗുണം എന്നുള്ളത് അങ്ങ് പരിശീലിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ഗുണം, അയാളെ സമ്പത്ത് രാഷ്ട്രീയത്തിക്ക് അധികം പോകില്ല. അത് വലിയൊരു ഇതാണ്. അപ്പൊ അയാളെ വീട്ടു ചെലവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അയാളെ സംഘടനയ്ക്ക് കൂടുതൽ അയാളെ സമ്പത്തിന്റെ ഓഹരി ചെല്ലും. അത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ പറയാൻ പോകുന്നത് ഇതേ ഫാറൂഖ് ഹാജി. ഈ ഫാറൂഖ് ഹാജിന്റെ സമയം എന്താവില്ല, രാഷ്ട്രീയത്തേക്ക് പോകില്ല. ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അതിക്ക് പോകില്ല. അപ്പൊ അത് അവരെ സംഘടനയെ സംബന്ധിച്ച് എന്താണ്, അതും ഗുണമാണ്. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതേ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തും ഒരേ സമയത്ത് സംഘടന, അതായത് സുന്നി ഒരുപാട് ഇതുണ്ടാവില്ല, അതിലൊക്കെ രണ്ട് അമരത്താണെങ്കിലും എന്താവും, ഒരുപാട് പ്രയാസങ്ങൾ വരും. കാരണം ആ പാർട്ടിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇയാളെ ഇത് പ്രശ്നമാകും. അപ്പൊ ഇതിനനുസരിച്ച് ഇത് മാറ്റേണ്ടി വരും, അതിനനുസരിച്ച് ഇത് മാറ്റേണ്ടി വരും, മറ്റേതിനനുസരിച്ച് മറ്റേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രയാസങ്ങൾ വരും. ആ പ്രയാസങ്ങളൊക്കെ എന്താവും, കുറവായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഫാറൂഖ് ഹാജിക്ക് രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷെ സജീവ രാഷ്ട്രീയത്തില് അദ്ദേഹം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഒരു സംഘടനയെ സംബന്ധിച്ച് പ്ലസ് പോയിന്റ് ആണ്. പിന്നെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുക വെച്ചാൽ ഉണ്ടാകും, ഇല്ലാതൊന്നുമില്ല. അപ്പോ സജീവ രാഷ്ട്രീയക്കാർക്ക് നടത്തുന്ന പല പേപ്പർ വർക്കുകളും പല കാര്യങ്ങളിലും ഇവർക്ക് ചിലപ്പോൾ അത്രത്തോളം എന്തുണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല, അത്രത്തോളം നടപ്പിലാക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സജീവ രാഷ്ട്രീയക്കാരില്ല എന്നതിനാല് വേറെ മന്ത്രിമാര് അല്ലെങ്കിൽ MLA ഇങ്ങനത്തെ ആളുകളൊന്നും കാന്തപുരം സുന്നി വിഭാഗത്തിൽ നിന്ന് അറിയപ്പെട്ട ആളുകളായിട്ട് അധികം വന്നിട്ടില്ല. ആരെങ്കിലും വന്നിക്കണ അറിയില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതൊരു ഇതന്നെയാണ്. കാരണം ഒരു മന്ത്രി ഉണ്ടായാലും പേഴ്സണൽ സ്റ്റാഫ് അങ്ങനെ കുറെ ഇതുണ്ടാകും, അവരൊക്കെ കുറവായിരിക്കും. ആരെങ്കിലൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു ദോഷം അതുണ്ട്, ഇങ്ങനത്തെ ദോഷം അതുണ്ട്. പിന്നെ സജീവ രാഷ്ട്രീയക്കാരായുള്ള വേറൊരു ഗുണം, നാട് നല്ല അറിയും. നാടിനെ കുറിച്ച് ഓരോ വീടിന്റെ ഉള്ളതും വളരെ കൃത്യമായിട്ട് അറിയും. ഒരാള് സജീവ രാഷ്ട്രീയത്തിലും ആണ്, അയാൾക്ക് എന്നാല് മതപരമായ ഏതെങ്കിലും സംഘടനയിൽ രണ്ടും കൂടി ഉണ്ടായാല് അങ്ങനത്തെ ആളുകൾക്കുള്ള ഗുണം, ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്, ഇത് നാടിന് നല്ലോണം അറിയും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ കുറച്ചൊരു പിറകിലാണ് ചില AP വിഭാഗം പ്രവർത്തകർക്ക് അത്രക്ക് കണ്ടറിയില്ല. അങ്ങനെ സജീവ രാഷ്ട്രീയം ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെയുണ്ട്. രണ്ടും എല്ലാത്തിനും ഉണ്ടായാലും ഒരു ഗുണം ദോഷം. ഏതായാലും ഇന്ത്യയിൽ ഞാൻ കുറച്ച് പഠിച്ചെടുത്തൊരു വിവരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.